Welcome to Earnest Academy. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹൈഡ്രോളജി എന്ന സബ്ജക്റ്റിലെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർവോയർ പ്ലാനിംഗ് എന്ന യൂണിറ്റ് ആണ്. സോ ഇതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു റിസർവോയർ. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിസർവോയർ എന്ന പോർഷൻ ആണ്. സോ അതിൽ വാട്ട് ആർ റിസർവോയേഴ്സ്, purpose of reservoirs, classification of reservoirs, investigation for reservoir, and site selection of reservoirs എന്ന topics ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. So first of all, what are reservoirs? Reservoirs, they are artificial lakes created by the construction of dams across rivers. So നമ്മൾ റിസർവോയേഴ്സ് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാം. എന്താണ് റിസർവോയേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു റിവറിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റോറേജ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗറിൽ തന്നെ നോക്കൂ, ഹിയർ ഇതാണ് നമ്മുടെ റിവർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്തു, ദാറ്റ് ഈസ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തു. സോ ദിസ് സൈഡ് എന്ന് പറയുന്നതാണ് അപ്സ്ട്രീം സൈഡ് ഓഫ് ദി ഡാം റിവർ എന്ന് പറയുന്നത്. അപ്സ്ട്രീം, ദിസ് ഈസ് അപ്സ്ട്രീം സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. അപ്പൊ എവിടെയായിരിക്കും നമ്മുടെ വെള്ളം കളക്ട് ചെയ്യുക? വാട്ടർ ഗെറ്റ്സ് കളക്റ്റഡ് ഇൻ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദി റിവർ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ആ ഒരു കളക്ഷൻ ഓഫ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ആ പൂൾ ഓഫ് വാട്ടറിനെയാണ് റിസർവോയർ എന്ന് പറയുന്നത്, അല്ലെ? സോ ബൈ കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് അക്രോസ് റിവർ, an artificial lake, or we can say man-made lake, is created, or you can say it is a large body of water. So such a pool of water is called as reservoirs. And here see, they are also called as storages. Storages എന്ന് നമ്മൾ റിസർവോയേഴ്സിനെ വിളിക്കാറ്. These are developed to retain excess water during periods of high flow for use during periods of drought or demand. അപ്പൊ നമ്മൾ ശരിക്കും ഇങ്ങനെ ഡാം കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത് എന്തിനാണ്? ടു റീറ്റെയിൻ എക്സസ് വാട്ടർ. ഹൈ ഫ്ലോ ഓഫ് റിവർ ഉള്ള സമയത്ത് നമ്മൾ ഈ വെള്ളം റീറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ വെള്ളം കളക്ട് ചെയ്യുക. പിന്നെ നമ്മളത് പിന്നെ ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് അല്ലെങ്കിൽ ഡ്രൗട്ട് ഉള്ള സമയത്ത്, ഫ്ലോ ഓഫ് വാട്ടർ, റിവർ വാട്ടർലെസ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ പിന്നെ ആ വെള്ളം യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് ഓഫ് റിസർവോയർ എന്ന് പറയുന്നത്, അല്ലെ? സോ റിസർവോയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ they are artificial lakes, or we can say large body of water, or a man-made lake എന്നും പറയാം. They are, and how they are formed? They are formed by the construction of an obstruction or construction of dams across rivers. So next, coming to purpose of reservoir. അപ്പൊ നമുക്കറിയാം എന്താണ് റിസർവോയറിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. റിസർവോയേഴ്സ് മെയിൻലി സെർവ് ദ പർപ്പസസ് ഓഫ് വാട്ടർ കൺസർവേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് പർപ്പസ്, അല്ലേ? വാട്ടർ കൺസർവേഷൻ ആൻഡ് ഫ്ലഡ് കൺട്രോൾ. നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്തത് വാട്ടർ കൺസർവ് ചെയ്യാനാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലഡ് കൺട്രോൾ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് പർപ്പസ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷൻ. അപ്പൊ നമ്മൾ വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിസർവോയേഴ്സിനെയാണ് കൺസർവേഷൻ ഓർ സ്റ്റോറേജ് റിസർവോയർ എന്ന് പറയുന്നത്. Okay, so the reservoir that is meant to conserve water is called conservation or storage reservoir. Conservation or storage reservoirs have excess water carried down by a river during the wet season when the demand is less, and release it during the dry season when the river flow is less than the demand. അല്ലെ, നമ്മൾ ഈ കൺസർവേഷൻ റിസർവോയർ അല്ലെങ്കിൽ സ്റ്റോറേജ് റിസർവോയർ രണ്ടു പേരിലും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇത് ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂറിങ് വെറ്റ് സീസൺ, ദാറ്റ് ഈസ് റെയിനി സീസണിൽ ഹൈ ഫ്ലോ ഓഫ് വാട്ടർ ഉള്ള സമയത്ത്, റിവറിലുള്ള സമയത്ത് ഈ എക്സസ് ആയിട്ടുള്ള വാട്ടർ സേവ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് റിസർവോയർ. പിന്നെ അപ്പൊ ആ സമയത്ത് നമുക്കറിയാം ഡിമാൻഡ് ഇസ് ലെസ്, കാരണം വാട്ടർ ഈസ് ഇനഫ് അവൈലബിൾ ഫോർ ഓൾ. റെയിനി സീസണിൽ എല്ലാവർക്കും വാട്ടർ അവൈലബിൾ ആണ്. സോ ദാറ്റ് ടൈം ദ ഡിമാൻഡ് ഈസ് ലെസ്. ആ സമയത്ത് ഇത് സേവ് ചെയ്ത് എക്സസ് വാട്ടർ സേവ് ചെയ്ത് വെക്കും ആൻഡ് റിലീസ് ഇറ്റ് ഡ്യൂറിങ് ദ ഡ്രൈ സീസൺ. പിന്നെ ഒരു ഡ്രൗട്ടോ അല്ലെങ്കിൽ ഡ്രൈ സീസണോ റെയിനൊന്നും ഇല്ലാത്ത സമയത്ത്, when the river flow is less than the demand, ആ ഒരു സമയത്ത് ആവശ്യത്തിന് വെള്ളം റിലീസ് ചെയ്യും ആസ് ദ ഡിമാൻഡ്, അല്ലെ? ഡിമാൻഡിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ കൺസർവേഷൻ ഓർ സ്റ്റോറേജ് റിസർവോയേഴ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറേജ് റിസർവോയർ നമ്മൾ പറഞ്ഞു, അല്ലെ? നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മൾ എങ്ങനത്തെ യൂസസ് ആണ്, നമ്മൾ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് ഇത് ഫുൾഫിൽ ചെയ്യുക? The storage reservoir may serve any of the following requirements.
That is domestic water supply, industrial water supply, municipal water supply, irrigation, hydroelectric power, navigation, recreation, and fish and wildlife conservation. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ റിക്വയർമെന്റ്സിനും നമ്മൾ ഈ സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ കൺസർവേഷൻ റിസർവോയർ ഉള്ള വാട്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ നെക്സ്റ്റ് പർപ്പസ് ഓഫ് റിസർവ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള 2 പർപ്പസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വാട്ടർ കൺസർവേഷൻ, സെക്കൻഡ് വൺ ഇസ് ഫ്ലഡ് കൺട്രോൾ അല്ലെ. സെക്കൻഡ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഫ്ലഡ് കൺട്രോൾ ആണ്. ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ട് ഉള്ള റിസർവോയറിനെയാണ് നമ്മൾ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ എന്ന് പറയുന്നത് അല്ലെ. ദ റിസർവോയർ ദാറ്റ് ഈസ് മെന്റ് ടു കൺട്രോൾ ഫ്ലഡ് ഈസ് കോൾഡ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ. A flood control reservoir holds some of the flood waters when the river discharges such as to cause damage to the cities. That is, നമ്മള് നല്ല ഒരുപാട് റെയിൻഫോൾ ഉള്ള സമയത്ത് ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു ഫ്ലഡ് വാട്ടറിനെ കുറച്ച് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് സ്റ്റോർ ചെയ്ത് ഫ്ലഡ് കൺട്രോൾ റിസർവറിന് വെക്കാൻ പറ്റും. സോ ഇഫ് when the river discharges such as to cause damage to the cities and inhabitants in the valley downstream. നമ്മൾ പറഞ്ഞ എവിടെയാണ് കൂടുതൽ ഡിസ്ട്രക്ഷൻസ് വരിക? ഡൗൺ സ്ട്രീം പോർഷൻ ഓഫ് ഡാം അല്ലെ. അവിടെയാണ് നമ്മുടെ സിറ്റീസും ഇൻഹാബിറ്റൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അവിടേക്ക് ഉള്ള റിവർ ഡിസ്ചാർജസ് സച്ച് ആസ് ടു കോസ് ഡാമേജ് ടു ഡൗൺ സ്ട്രീം. ആ സമയത്ത് എന്ത് ചെയ്യും? എ പാർട്ട് ഓഫ് ദ ഫ്ലഡ് വാട്ടർ ഈസ് holded by the flood control reservoir. And if it is allowed to flow down and release them at a slow rate when the flood recedes. Pinna when the flood recedes, flood കുറയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കുറയുമ്പോൾ പിന്നെ പയ്യെ ഇത് റിലീസ് ചെയ്യും. അപ്പൊ ഇതാണ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ചെയ്യുന്നത്. So flood control reservoir holds some of the flood waters when the river discharges such as to cause damage to the cities and inhabitants in the valley downstream if it is allowed to flow down and release them at a slow rate when the flood recedes. So next we are coming to classification of reservoirs. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ ഇപ്പൊ ഈ പർപ്പസ് ഓഫ് റിസർവോയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കൂടി എന്തായിരുന്നു? ബേസിക്കലി 2 types ഓഫ് റിസർവോയർസ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് സ്റ്റോറേജ് റിസർവോയറും ഫ്ലഡ് കൺട്രോൾ റിസർവോയർ. സ്റ്റോറേജ് റിസർവോയറിന്റെ അതർ നെയിമാണ് കൺസർവേഷൻ റിസർവോയർ. കൺസർവേഷൻ റിസർവോയർ എന്ന് പറയാം, സ്റ്റോറേജ് റിസർവോയർ എന്ന് പറയും. അത് ഒരു റിസർവോയർ. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആണ്. ഇതാണ് ബേസിക്കലി മെയിൻ ആയിട്ടുള്ള 2 റിസർവോയർ എന്ന് പറയുന്നത്. ഇനി നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർവോയർസ് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. That is based on purpose served, reservoirs may be classified as first one, single purpose conservation reservoir, single purpose flood control reservoir, and അതിൽ തന്നെ it can be subdivided into 2, that is retarding reservoir, detention reservoir. Then third one, multi-purpose reservoir. Fourth one, distribution reservoir, and fifth one, balancing reservoir. ഇങ്ങനെ 5 types ആണ് മെയിൻ ആയിട്ടുള്ളത്. So first one is single purpose conservation reservoir. Conservation or storage reservoirs are to store water in the rainy season and to release it later when the river flow is low. നമ്മൾ നേരത്തെ ആസ് വി ഡിസ്കസ്ഡ് earlier അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് റിസർവോയർ എന്ന് പറയുന്നത് എന്താണ്? റെയിനി സീസൺ അല്ലെങ്കിൽ ഹൈ ഫ്ലോ ഓഫ് റിവർ ഉള്ള സമയത്ത് നമ്മൾ വാട്ടർ റിറ്റെയിൻ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ദെൻ വി റിലീസ് ഇറ്റ് ലേറ്റർ വെൻ ദ റിവർ ഫ്ലോ ഇസ് ലെസ്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇതിൽ സിംഗിൾ പർപ്പസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ പർപ്പസ് കൺസർവേഷൻ റിസർവോയർസ് സെർവ് ഓൺലി one purpose, which could be for supplying water for domestic and industrial needs of a town, or for irrigating a specific area, or for generating hydroelectric power and so on. അപ്പൊ എന്താണ് സിംഗിൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ റിക്വയർമെന്റ്സ് ഓഫ് സ്റ്റോറേജ് റിസർവോയർ പഠിച്ചിരുന്നു അല്ലെ. ഒരുപാട് ഡൊമസ്റ്റിക് സപ്ലൈ, മുനിസിപ്പൽ വാട്ടർ സപ്ലൈ, ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ, അതുപോലെ ഇറിഗേഷൻ, ഹൈഡ്രോളിക് പവർ, അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ സിംഗിൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു സ്റ്റോറേജ് റിസർവോയർ. അതിനാണ് നമ്മൾ സിംഗിൾ പർപ്പസ് കൺസർവേഷൻ റിസർവോയർ എന്ന് പറയുന്നത്. സോ ഇറ്റ് കുഡ് ബി ഏത് വെള്ളം, ചിലപ്പോൾ വാട്ടർ സപ്ലൈ ഫോർ ഇൻഡസ്ട്രി ആൻഡ് ഡൊമസ്റ്റിക് നീഡ്സ് അതിന് വേണ്ടിയിട്ട് മാത്രമാവാം. ചിലപ്പോൾ അതല്ല, ചിലപ്പോൾ ഇറിഗേഷന് വേണ്ടി മാത്രമാവാം. ഒരു ഏരിയയിലുള്ള ഇറിഗേഷൻ മാത്രം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവോയറിന് അതിന് മാത്രമാവാം. അതുമല്ല, ചിലപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടി മാത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു പർപ്പസ് മാത്രം സെർവ് ചെയ്യുന്ന റിസർവോയേഴ്സിനാണ് നമ്മൾ സിംഗിൾ പർപ്പസ് സ്റ്റോറേജ് റിസർവോയർ അല്ലെങ്കിൽ സിംഗിൾ പർപ്പസ് കൺസർവേഷൻ റിസർവോയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ ഇസ് സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ.
ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലഡ് കൺട്രോൾ റിസർവോയർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേ ആർ ഫോർ ദ പർപ്പസ് ഓഫ് ഫ്ലഡ് കൺട്രോൾ. സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ സെർവ് ഓൺലി വൺ പർപ്പസ് ഓഫ് കൺട്രോളിംഗ് ഫ്ലഡ്. അപ്പം ഈ സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർപ്പസ് മാത്രം, ഫ്ലഡ് കൺട്രോൾ എന്നൊരു പർപ്പസ് മാത്രമേ അത് സെർവ് ചെയ്യൂ. അപ്പൊ such a reservoir helps to reduce the peak discharge of a flood in the downstream reaches by absorbing a part of the flood volume. അല്ലെ, ഒരു ഫ്ലഡ് വോളിയത്തിന്റെ ഒരു പാർട്ട് അബ്സോർബ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫ്ലഡ് റൈസ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ഇറ്റ് റിലീസ് ദ സെയിം ക്വാണ്ടിറ്റി വൈൽ ദ ഫ്ലഡ് ഇസ് ഫോളിംഗ്. ഫ്ലഡ് ഫോൾ ചെയ്യുമ്പോൾ പയ്യെ റിലീസ് ചെയ്ത് കൊടുക്കുക വെള്ളം. Thus it protects the areas lying on its downstream side from the damages due to flood. അപ്പൊ അത് മെയിൻ പോയിന്റ് ആണ്. ഫ്ലഡ് കൺട്രോൾ റിസർവോയർസ് ശരിക്കും what it do, it protects the areas lying on its downstream side from the damages due to flood. അല്ലെ, ഡൗൺസ്ട്രീം സൈഡിലാണ് നമ്മളുടെ ഇൻഹാബിറ്റൻസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അവിടെയാണ് ഡാമേജ് വരിക. അപ്പൊ അത് ദാറ്റ് ഏരിയ ഡൗൺസ്ട്രീം സൈഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ഡാമേജസ് ഡ്യൂ ടു ഫ്ലഡ്. സോ ഇതാണ് സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൽ തന്നെ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ, രണ്ട് സബ് ഡിവിഷൻ പഠിച്ചിരുന്നു അല്ലെ. സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആർ ഓഫ് ടു ടൈപ്സ്, ദാറ്റ് ഇസ് റിട്ടാർഡിംഗ് റിസർവോയർ ആൻഡ് ഡിറ്റൻഷൻ റിസർവോയർ. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് റിട്ടാർഡിംഗ് റിസർവോയർ എന്ന് പറയുന്നത് എന്താണ്? റിട്ടാർഡിംഗ് റിസർവോയർ ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സ്പിൽ വേസ് ആൻഡ് സ്ലൂയിസ് വേസ് ദാറ്റ് ആർ അൺഗേറ്റഡ്. That is, what do you mean by ungated? Ungated എന്ന് വെച്ചാൽ എന്താ? That is, they are not controlled by any gates or walls. അല്ലെ, നമുക്ക് ഈ ഫിഗറിൽ കാണാം. സി ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ ഗേറ്റ്സും വാൾസും ഒന്നും ഇല്ല അല്ലെ. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ വെള്ളം നിറയുമ്പോൾ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഈസ് ദെൻ ഫ്ലോസ് ഡൗൺ സ്ട്രീം, അങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ. അപ്പം ദേ ആർ നോട്ട് കൺട്രോൾഡ് ബൈ എനി ഗേറ്റ്സ് ഓർ വാൾസ്. അതാണ് അൺഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ റിട്ടാർഡിംഗ് റിസർവോയറിന്റെ മെയിൻ പോയിന്റ് അതാണ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് spillways and sluice ways that are ungated. They are provided with spillways and sluice ways ഒക്കെ ഉണ്ട്, പക്ഷെ they are not controlled by any gates or walls. അപ്പൊ അവിടെ വെള്ളം എക്സസ് ആയിട്ട് അപ്സ്ട്രീം സൈഡിൽ വരുമ്പോൾ ആവശ്യത്തിനുള്ള ഫ്ലഡ് വാട്ടർ നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് എക്സസ് ആയിട്ട് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഫ്ലോ ത്രൂ ദി spillways and sluices. The retarding reservoir stores a portion of flood when the flood is rising and releases it later when the flood is receding. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്ലഡ് കൺട്രോൾ റിസർവോയറിന്റെ സെയിം പർപ്പസ് തന്നെയാണ്, പക്ഷെ ആകെ ഒരു ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ലൂയിസ് വേസും സ്പിൽ വേസ് ഒക്കെ ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് കൺട്രോൾഡ് ബൈ എനി ഗേറ്റ്സ് ഓർ വാൾസ്. So next one is detention reservoir. Second type of flood control reservoir ആണ് detention reservoir. A detention reservoir stores excess water during floods and releases it after the flood. അപ്പൊ ഇതും സെയിം പർപ്പസ് അല്ലേ. ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ചെയ്യുന്ന പോലെ എന്താ ചെയ്യുക, ഫ്ലഡ്സിന്റെ സമയത്ത് എക്സസ് ആയിട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്യും, പിന്നെ that is released after the flood. It is similar to a storage reservoir, but is provided with large gated spillways and sluice ways to permit flexibility of operation. അപ്പൊ this is similar to a storage reservoir പോലെ തന്നെയാണ്, പക്ഷെ this is provided with എന്താണ്, large gated spillways. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് അല്ലെ. ലാർജ് ഗേറ്റഡ് സ്പിൽവേസ് ആണ്. മറ്റേ നമ്മുടെ റിട്ടാർഡിംഗ് റിസർവോയറിൽ ദേ ആർ അൺഗേറ്റഡ് ആയിരുന്നു. ഗേറ്റഡ് സ്പിൽവേസ് ആൻഡ് സ്ലൂയിസ് വേസ് ടു പെർമിറ്റ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. സോ ഇതാണ് നമ്മുടെ ഡിറ്റൻഷൻ റിസർവോയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, തേർഡ് ടൈപ്പ് ഓഫ് റിസർവോയർ ആണ് multi-purpose reservoir. Multi-purpose reservoir is constructed for more than a single purpose, say flood control, irrigation, hydropower generation, etc. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇപ്പൊ സിംഗിൾ പർപ്പസ് ആയിട്ടുള്ള സ്റ്റോറേജ് റിസർവോയറും സിംഗിൾ പർപ്പസ് ഫ്ലഡ് കൺട്രോൾ റിസർവോയർ ആണ് പറഞ്ഞ. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ്. നെയിം ഇൻഡിക്കേറ്റ്സ് നമുക്കറിയാം. മറ്റേത് ഒരു പർപ്പസ് മാത്രം സെർവ് ചെയ്തിരുന്നു. ഇത് മോർ ദാൻ എ സിംഗിൾ പർപ്പസ് സെർവ് ചെയ്യും. ദാറ്റ് ഈസ് ചിലപ്പോൾ ഫ്ലഡ് കൺട്രോളിനും ഇറിഗേഷൻ, ഹൈഡ്രോപവർ ജനറേഷൻ ഒരുമിച്ച് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവോയർ. ഇവരൊക്കെ ഒരുമിച്ച് ഡീൽ ചെയ്യുന്ന റിസർവോയേഴ്സ് ആണ് മൾട്ടിപർപ്പസ് റിസർവോയർ. ദാറ്റ് ഈസ് ഫോർ ഇൻസ്റ്റൻസ് a reservoir constructed on a tributary of a major river may be designed to protect downstream areas against flood damage, increase flow during low water season for purposes of irrigation, and to create sufficient head at the dam side to generate hydropower. ഇതൊക്കെ ചെയ്യുന്നു. ഫ്ലഡ് ഡാമേജ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഇറിഗേഷൻ പർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ ഹൈഡ്രോ പവർ എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് സെർവ് ചെയ്യുന്ന റിസർവോയേഴ്സ് ആണ് മൾട്ടി പർപ്പസ് റിസർവോയർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫോർത്ത് ടൈപ്പ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ റിസർവോയർ.
A distribution reservoir, also called as service reservoir, is a small storage reservoir connected with the conduits of a primary water supply project. So now you can see in the picture, this is an example of distribution reservoir. A small storage reservoir. ഒരുപാട് വലിയ reservoir അല്ല. So this is also called as service reservoir. അപ്പോൾ ഇങ്ങനത്തെ reservoirs എങ്ങനെയാണ്? They are connected with a water supply project. ഏതൊരു water supply project ആയിട്ട് connected ആയിരിക്കും. And what it stores the treated water for supplying water to consumers. അപ്പോൾ ഈ വാട്ടർ സപ്ലൈ പ്രോജക്റ്റിനുള്ള വാട്ടർ ഇത് സ്റ്റോർ ചെയ്യും. And it will supply water to consumers according to fluctuations in demand over short time periods. That is, എപ്പോഴും അല്ല, ഏതെങ്കിലും ഒരു ഷോർട്ട് ടൈം പീരീഡിനൊക്കെ എന്തെങ്കിലും ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ this stored water is supplied for the consumers. And also to supply water during emergencies such as during fires, repairs, etc. അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിലും വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ റിസർവർ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു ഫയർ വന്നു, അതല്ല ചിലപ്പോൾ മെയിൻ വാട്ടർ സപ്ലൈ ലൈനിൽ എന്തെങ്കിലും റിപ്പയർ, എന്തെങ്കിലും ബ്രേക്ക് ഒക്കെ വരുമ്പോഴും നമ്മുടെ ഇങ്ങനത്തെ ഈ സ്മോൾ സ്റ്റോറേജ് സർവീസ് റിസർവർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ റിസർവറിനാണ് വാട്ടർ സപ്ലൈ ചെയ്യാറുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർവർ, ഫിഫ്ത്ത് ടൈപ്പ് ഇസ് ബാലൻസിംഗ് റിസർവർ. What is a balancing reservoir? A balancing reservoir is a small reservoir constructed downstream of the main reservoir for holding water from the main reservoir. Here you can see in the picture. ഇവിടെ നോക്കിയിട്ട് ഇതൊരു എക്സാമ്പിൾ ഓഫ് തുംഗഭദ്ര റിവർ ആണ്, കർണാടകയിലുള്ള അവിടുത്തെ ഡാം ആണ് ഈ കാണിക്കുന്നത്. അപ്പൊ ദിസ് ഈസ് ദി അപ്സ്ട്രീം സൈഡ് അല്ല, ഇത് അപ്സ്ട്രീം സൈഡ് ആണ്, ഇത് ഡൗൺ സ്ട്രീം സൈഡ് ആണ്. അപ്പൊ ഈ ഡൗൺ സ്ട്രീം സൈഡിലുള്ള balancing reservoir, it is a small reservoir constructed downstream. It is constructed downstream എന്ന് പറയുന്നത് ഈ downstream സൈഡിലാണ് ഈ small reservoir constructed. This is that small reservoir. ഇവിടെ small reservoir is constructed at the downstream side of the main reservoir. എന്തിനു വേണ്ടിയിട്ടാണ്? For holding water from the main reservoir. ഈ main reservoir എന്നുള്ള വാട്ടർ ഹോൾഡ് ചെയ്യാൻ. അപ്പൊ ഇത് കൂടുതലും നമ്മൾ ഫ്ലഡിന്റെ ടൈമിലാണെങ്കിൽ തന്നെ ഒരുപാട് വെള്ളമൊക്കെ വരുമ്പോൾ നമ്മുടെ ഡൗൺ സ്ട്രീമിലേക്ക് വരുന്ന വെള്ളത്തിന്റെ ഒരു പാർട്ട് ഓഫ് ദാറ്റ് downstream side water is collected in this reservoir, in this small reservoir, or hold ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ബാലൻസിങ് റിസർവോയർ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർവോയേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു investigation for reservoirs. Okay, so for any reservoir planning, various investigations are required to be carried out. They are as follows. First one is engineering surveys. Second one, geological investigations. And third one, hydrological investigations. So, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. First one is engineering surveys. Engineering surveys നമ്മൾ എന്താ ചെയ്യാറ്? They are conducted for the dam, reservoir and their associated works. Engineering surveys നമ്മൾ ഏകദേശം ഇങ്ങനത്തെ ഡാംസ്, റിസർവോയർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്ക്സിനും നമ്മൾ എഞ്ചിനീയറിംഗ് സർവേസ് ചെയ്യാറുണ്ട്. Topographic survey of the area is carried out and then contour plan is prepared. അപ്പൊ നമ്മൾ ഈ ഏരിയയുടെ ടോപ്പോഗ്രാഫിക് സർവേ നമ്മൾ ചെയ്യുന്നു, ഇറ്റ് ഇസ് ക്യാരിഡ് ഔട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ പ്രിപ്പയറിംഗ് ദ കോണ്ടൂർ പ്ലാൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് കോണ്ടൂർ പ്ലാൻ? കോണ്ടൂർ പ്ലാൻ വെച്ചിട്ട് വി ക്യാൻ ഗെറ്റ് ദ ഐഡിയ റിഗാർഡിംഗ് എലിവേഷൻസ് ഓഫ് ദി പോയിന്റ്സ് ഓഫ് ദാറ്റ് ഗ്രൗണ്ട്. അല്ല, ആ ഒരു ഗ്രൗണ്ടിലെ പോയിന്റ്സിന്റെ എലിവേഷൻസ് നമുക്ക് കിട്ടും. അതുവഴി വാട്ട് വി ക്യാൻ ഫൈൻഡ് ഔട്ട്, വി ക്യാൻ ഡിറ്റർമിൻ ദി capacity of the reservoir that can be constructed over there. അവിടുത്തെ ഒരു നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി, റിസർവറിന്റെ കപ്പാസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. So the horizontal control is usually provided by triangulation survey and the vertical control by precise level. ഇപ്പൊ ഇതൊക്കെ നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? horizontal control നമ്മൾ ചെയ്യുന്നത് triangulation survey, and here vertical control is done by precise level. So next one is geological investigation. Geological investigation നമ്മൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത്? They are done for the following purposes. First one is suitability of foundation for the dam. Then what is suitability for നമ്മൾ ഡാമിന് ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ ഡിറ്റർമിൻ ചെയ്യാം. Then water tightness of reservoir basin. അല്ലെ, അപ്പൊ നമ്മൾ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വാട്ടർ ടൈറ്റ്നസ് ഓഫ് റിസർവർ ബേസിൻ. ദാറ്റ് ഇസ് വാട്ടർ ടൈറ്റ്നസ് against the page നമുക്ക് നോക്കണം അല്ലെ. അതുപോലെ ലൊക്കേഷൻ ഓഫ് ക്വറി സൈറ്റ്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. നമുക്ക് അവിടെ ഒരു ഡാം അല്ലെങ്കിൽ റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനുള്ള ലൊക്കേഷൻ ഓഫ് ക്വറി സൈറ്റ്സ് ഒക്കെ ഈ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചാണ്
നമുക്ക് കിട്ടുക അല്ലെ. So geological investigations are done for the following purposes. First one is suitability of foundation for the dam. Second one, water tightness of reservoir basin. And third one, location of quarry sites for the construction materials. Next, third one is hydrological investigation. Hydrological investigations are conducted for following purposes. നമ്മൾ പഠിച്ചിട്ടുള്ള study of the runoff patterns and to estimate yield. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിലുള്ള runoff patterns സ്റ്റഡി ചെയ്യാം, ഇത്രത്തോളം മഴ വരുന്ന കാര്യങ്ങൾ, അവിടുത്തെ കാച്ച്മെന്റിൽ വരുന്ന yield, maximum yield, runoff patterns അങ്ങനെ സ്റ്റഡി ചെയ്യുക. അതുപോലെ to estimate yield and to determine maximum discharge at the site. ആ സൈറ്റിൽ വരാവുന്ന maximum discharge of water. അപ്പൊ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഹൈഡ്രോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യുന്നത്. So next one, coming to site selection of reservoirs. Following factors must be considered while site selection of reservoirs. First one is surface topography. So നമ്മളുടെ ഒരു ഏരിയയുടെ ടോപ്പോഗ്രാഫി, that is the site should be provide a large area for storage of the water. Also there should be suitable routes available for pipelines അല്ലെ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന റിസർവോയറിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ ലാർജ്, നമുക്കൊരു ലാർജ് ബോഡി ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ലാർജ് ഏരിയ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ അവിടെ നിന്ന് കൊടുക്കാവുന്ന പൈപ്പ് ലൈൻസ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. സോ അതിനുള്ള സ്യൂട്ടബിൾ റൂട്ട്സ് അവൈലബിൾ ആയിരിക്കണം. അതൊക്കെയാണ് നമ്മൾ സർഫസ് ടോപ്പോഗ്രാഫിയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സബ് സർഫസ് ജിയോളജി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ജിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിൽ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, ദാറ്റ് ഈസ് ദ സൈറ്റ് മസ്റ്റ് പ്രൊവൈഡ് സേഫ് ഫൗണ്ടേഷൻ ഫോർ ഡാം സ്ട്രക്ചർ അല്ലെ. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് സേഫ് ഫൗണ്ടേഷൻ, അതുപോലെ വാട്ടർ ടൈറ്റ്നസ് അഗെയിൻസ്റ്റ് സീപ്പേജ്, ദെൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ലോക്കൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. നമുക്ക് ആ ഒരു റിസർവോയർ അല്ലെങ്കിൽ ഡാം കൺസ്ട്രക്ഷനുള്ള മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഈസിലി അവൈലബിൾ ആയിരിക്കണം. Next one, land for storage. The land should be cheap and there should be less population. Less populated ഏരിയയിലായിരിക്കുമല്ലോ നമ്മൾ ഇങ്ങനത്തെ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാം. Then absence of objectionable soluble materials. There should not be any soluble material present at site which cause change in odor, taste and color of water as it may be harmful for people അല്ലെ. അപ്പൊ നമ്മളുടെ അങ്ങനത്തെ അവിടെ നമ്മൾ വെള്ളം അവൈലബിൾ ആക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനത്തെ സോലബിൾ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. വെള്ളത്തിന്റെ ഓർഡർ, ടേസ്റ്റ്, കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള സോലബിൾ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ലോക്കൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സച്ച് ആസ് സ്റ്റോൺസ്, ബൈൻഡിങ് മെറ്റീരിയൽ എക്സെട്ര ഷുഡ് ബി ലോക്കലി അവൈലബിൾ സോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട് മേ ബി റെഡ്യൂസ്ഡ്. അതൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സൈറ്റ് സെലക്ഷൻ ഓഫ് റിസർവോയേഴ്സ് എന്ന് പറയുന്നത്. So, അപ്പൊ നമ്മളുടെ introduction to reservoirs completed ആയി. So now we can go to MCQs. So first question, a dam reservoir which is not provided with gate controls on its spillways and other sluices is called. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർവോയേഴ്സിൽ. ഫസ്റ്റ് ഓപ്ഷൻ എ ഡിറ്റൻഷൻ ഡാം, ഓപ്ഷൻ ബി സ്റ്റോറേജ് റിസർവോയർ, ഓപ്ഷൻ സി റിട്ടാർഡിംഗ് ബേസിൻ, ഓപ്ഷൻ ഡി ഫ്ലഡ് കൺട്രോൾ റിസർവോയർ. അപ്പൊ ഡാം റിസർവോയർ ദാറ്റ് ഈസ് നോട്ട് പ്രൊവൈഡ് വിത്ത് ഗേറ്റ് കൺട്രോൾസ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി റിട്ടാർഡിംഗ് ബേസിൻ അല്ലെങ്കിൽ റിട്ടാർഡിംഗ് റിസർവോയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഡാം റിസർവോയർ catering to flood control, irrigation and water supply, basically designed for irrigation alone, is a option A multi-purpose reservoir, option B distribution reservoir, option C single purpose reservoir, and option D storage reservoir. It is told as basically designed for irrigation alone. Basically designed for irrigation alone and the single purpose. So option C single purpose reservoir an answer. Next, third question, which reservoir is also known as mitigation reservoir? Option A conservation reservoir, B flood control reservoir, C multi-purpose reservoir, and D storage reservoir. Then mitigation meaning it will reduce. Option B, it is flood control reservoir. Flood control reservoir mitigation reservoir. Next, fourth question, a reservoir having gates and wall installation at its spillways and at its sluice outlets is called A distribution reservoir, B detention reservoir, C retarding basin, and D both detention and retarding reservoir.
Reservoir that is having gates and wall installation in the spillways. Gated ആയിട്ടുള്ള spillways ഒക്കെ ഉള്ളത് ഏതാണ്? Option B, detention reservoir. Next, fifth question. Which reservoir is helpful in permitting the pumps or the water treatment plant to work at a uniform rate? Option A, multi-purpose reservoir. Option B, distribution reservoir. C, detention reservoir. And D, storage reservoir. Either reservoir that has connection with water supply project that will meet the demands of fluctuating demands of a municipal water supply. Option B, distribution reservoir. So it is helpful in permitting the pumps of water treatment plants to work at a uniform rate. Answer is option B, distribution reservoir. Next, sixth question. A hydropower project has been envisaged to serve the water supply and irrigation needs of the area at its inception stage. The dam reservoir so constructed is known as. Hydel power project and that is to serve in the water supply on the irrigation of this. So you can say more than one purpose. So option A, option A, multiple purpose reservoir. B, single purpose reservoir. C, distribution reservoir. And D, storage reservoir. Then answer will option A. It is more than single purpose. And so option A, multi-purpose reservoir and answer. Next, seventh question. In which of the following reservoir the flood crest downstream can be better controlled and regulated properly? A, multi-purpose reservoir. B, distribution reservoir. C, retarding reservoir. D, storage reservoir. Answer is option D, storage reservoir. Next, eighth question. A small reservoir constructed downstream of the main reservoir for holding water from the main reservoir. Option A, detention reservoir. B, balancing reservoir. C, retarding reservoir. D, distribution reservoir. What is the answer? D, balancing reservoir. That is our small reservoir that is constructed downstream of the main reservoir. For what? For holding water from the main reservoir. Okay. Next question. Storage reservoir are also called as A, single purpose reservoir. B, balancing reservoir. C, conservation reservoir. D, distribution reservoir. Storage reservoir we can also call it as conservation reservoir. So answer is C, option C, conservation reservoir. Next, last question. Which of the following investigation helps to find out the suitability of foundation for the dam? A, engineering investigation. B, hydrological investigation. C, geological investigation. D, all the above. Answer is C, geological investigation. Like suitability of the foundation for the dam, there is the geological investigation. So thank you.